എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് 2025 തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി പെൻഷൻ വിതരണം, സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷ തുടങ്ങിയവ വീണ്ടും സജീവമാവുകയാണ്. കൂട്ടിയ ക്ഷേമ പെൻഷൻ ഒരു ഗഡുവും പഴയ കുടിശ്ശിക മുഴുവൻ തീർത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞ വാക്കുകളിലേക്ക് അടുത്തപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ പറഞ്ഞ സമയത്ത് ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരിനായില്ല. അതുപോലെ 18 മാസത്തോളം കുടിശ്ശികയുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അത് 1600 നിന്ന് കൂട്ടാനോ കുടിശ്ശിക പറഞ്ഞതുപോലെ വിതരണം ചെയ്യാനോ സംസ്ഥാന സർക്കാരിന് ആയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് അവസാനിക്കുകയും ശനിയാഴ്ച 13-ാം തീയതി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയുമാണ്. പെരുമാറ്റച്ചട്ടം 13-ാം തീയതി അവസാനിക്കും. ഇതോടുകൂടി 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ വീണ്ടും സജീവമായ ചർച്ചയിലേക്ക് വരികയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് തദ്ദേശ സ്ഥാപന സെക്രട്ടറി മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്നാലും പുതിയ ഭരണസമിതി അധികാരത്തിൽ വരാൻ ഈ മാസം 20 കഴിയണം. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ, മറ്റ് ചടങ്ങുകളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസം എന്തായാലും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ആരംഭിക്കാനുള്ള സാധ്യതയില്ല. അതായത് 2026 പുതുവർഷത്തിൽ ജനുവരിയിൽ തന്നെ ഇതിന്റെ അപേക്ഷാ സമർപ്പണ പദ്ധതികൾ ആരംഭിക്കും. ഓൺലൈനായിട്ടുള്ള സൗകര്യം കൂടി വരും എന്നാണ് അറിയുന്നത്. മറ്റൊന്ന്, നമ്മൾ കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണമാണ്. ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി 1045 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിട്ടുമുണ്ട്. 15-ാം തീയതി തിങ്കളാഴ്ച മുതൽ തുക വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് അറിയിപ്പ്. മസ്റ്ററിംഗ് പൂർത്തീകരിച്ച 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ ഉള്ളവർക്കെല്ലാം പെൻഷൻ ലഭിക്കുന്നതാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 26.64 ലക്ഷം പേർക്കാണ് ലഭിക്കുക. ബാക്കിയുള്ളവർക്കെല്ലാം വീടുകളിലേക്ക് പെൻഷൻ എത്തിച്ച് നൽകുന്നതാണ്. അത് 18-ാം തീയതി മുതൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ക്രിസ്മസ് ദിവസമായ 25-ാം തീയതിക്ക് മുമ്പ് കയ്യിലും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പെൻഷൻ വിതരണം പൂർണ്ണതോതിൽ എത്തിക്കാൻ ആകും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതാണ് ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അറിയിപ്പ്. അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ക്രിസ്മസിന് ഉണ്ടായേക്കും എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പ് പറയാനാകില്ല. കാരണം നവംബർ മാസത്തിൽ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ പെൻഷൻ ഡിസംബർ ആദ്യ ആഴ്ചയിലാണ് വിതരണം ചെയ്തത്. അത് തന്നെ 2 മാസത്തേത് 1600 മാത്രമാണ് ലഭിച്ചത്. 2000 ഒരു 1600 പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ വെറും 1600 രൂപ വീതം മാത്രമാണ് 2 തവണകളായിട്ട് 3600 ലഭിച്ചത്. ഇനിയും 27,000-ഓളം രൂപയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ളത്. കുടിശ്ശിക നൽകുന്നതിന് വേണ്ടി കടമെടുക്കുമെന്നൊക്കെ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എങ്കിലും ഈ പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇനി അടുത്ത നിയമസഭാ ഇലക്ഷന് മുമ്പെങ്കിലും അത് കിട്ടിയേക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇതാണ് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ബൈ.